ഉറങ്ങുമൊന്നും ആയിരിക്കില്ല. അപ്പൂപ്പനെ കൃത്യമായിട്ട് അറിയാം ഞാനാ വരുന്നതെന്ന്. മയങ്ങുന്ന പോലെ കിടക്കും. ഞാൻ പതുക്കെ പമ്മി പൂച്ചയെ പോലെ ഇങ്ങനെ ഇഴഞ്ഞൊക്കെ പോവും. ഇഴഞ്ഞൊക്കെ പോയി മുറുക്കാൻ ചെല്ലാം. ഇങ്ങനെ പതുക്കെ വലിക്കും. എടുത്താൽ ശബ്ദം കേൾക്കും. കാരണം മറ്റേ പാക്കുവെട്ടിയുടെയൊക്കെ ശബ്ദം കേട്ട് പതുക്കെ ഇങ്ങനെ വലിച്ചിട്ട് പുറകെ പോയി എല്ലാവരും മുറുക്കിയിട്ട് വെറ്റിലയില്ല, പാക്കുമില്ല, ഒന്നുമില്ല. എന്ത് ചെയ്യും? അവസാനം എന്നെയല്ലേ പിടിക്കുള്ളൂ. ചെല്ലാൻ ഞാൻ തന്നെ തിരിച്ച് കൊണ്ട് വയ്ക്കാൻ വേണേ. എന്നിട്ട് സംഭവം എന്ന് വെച്ചാൽ ഇവർ പറയും ഞങ്ങൾക്കൊന്നും അറിയില്ല, അത് നീ തന്നെ എടുത്തോളം നീ തന്നെ ചെയ്തോളാൻ പറയും. ഞാൻ എന്ത് ചെയ്യുന്നറിയോ? കുരുമുളകിൻ്റെ ഇല ഏകദേശം വെറ്റിലയുടെ ആകൃതിയാണ്. അവിടെ കുരുമുളകുണ്ടായിരുന്നു. ആ വെറ്റില കിള്ളിയിട്ട് കുരുമുളകിൻ്റെ ഇല കിള്ളിയിട്ട് വെറ്റില പോലെ ഇങ്ങനെ അടുക്കിനകത്ത് വെച്ചിട്ട് കുറേ കല്ലില്ലേ, പാക്കിൻ്റെ അതിലെ കല്ലൊക്കെ ഇട്ട് അന്ന് ഞാൻ ചെയ്യുന്ന ഭയങ്കര ബുദ്ധിയാണെന്നുള്ള രീതിയിലാണ് ചെയ്യുക. പക്ഷേ കണ്ടറിയില്ലേ ഒക്കെ ഇട്ട് ഞാൻ കൊണ്ട് തിരിച്ചു വയ്ക്കുമായിരുന്നു. പാവം അപ്പൂപ്പനെ അറിയാമായിരിക്കും ഞാൻ തന്നെയാണ് എടുക്കുന്നത്, ഞാൻ തന്നെ കൊണ്ടുപോകുന്നതെന്നൊക്കെ അറിയാം. തിരിച്ച് കൊണ്ട് തിരിച്ച് ചോദിക്കൊന്നുമില്ല. പക്ഷെ മനസ്സിനകത്ത് ചോദിക്കില്ലെങ്കിലും നമ്മുടെ മനസ്സിനകത്തൊരു പേടിയുണ്ട്, അപ്പൂപ്പൻ അടിക്കും അങ്ങനെയൊക്കെയുള്ളൊരു പേടിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അപ്പൂപ്പൻ വളരെ പാവമായിരുന്നു. അമ്മോ പാണനാമേ, പാലരെ അമ്മോ, കാണുന്ന കാവിലെ പൂരത്തിനെല്ലാം ഞാൻ പാണനെ തിരയിച്ചു, കണ്ടില്ല. അമ്മോ, ഏറെ കൊല്ലങ്ങളായി അടിയൻ ഇരുന്നൊന്നുണ്ടിട്ട് കണ്ണടച്ചൊന്നുറങ്ങിയിട്ട് കാല് പോകുന്നത് വരെ പോകും, നാക്ക് കൊടയുന്നത് വരെ ആരോമത്തമ്പുരാനെ പറ്റി പാടും. വല്യമ്പുരാനെ പാടം വേണ്ട, ഇത്തിരി മാറിയിരുന്നുണ്ട്. വേലേറെ കൊണ്ട് നേരായ അഴക്ക് വേർപ്പ്. അതല്ല നേര് അല്ലയോടെ ആർക്കും വേർപ്പും മനസ്സിൽ നേരും നിറയുണ്ടല്ലടാ പാടാ. സന്തോഷം കൊണ്ട് എന്റെ ചങ്കു പൊട്ടി ചത്തുവോന്നതോ. നീ മരിക്കില്ലടാ പാടാ, മലയാളക്കര വായുവോളം നീ ജീവിക്കും. ഇടയ്ക്കിടയ്ക്ക് അപ്പൂപ്പനെ സോപ്പിടും, വെറ്റിലൊക്കെ തേച്ചെടുത്ത്. അത് കാരണം എനിക്കും കൂടെ ഇടയ്ക്ക് ഒന്ന് ഇസ്കാനായിട്ട് ഇടയിലൊക്കെ ഒരു വെറ്റിലൊക്കെ ഇങ്ങനെ മാറ്റാം. അല്ലെങ്കിൽ അപ്പൂപ്പൻ തന്നെ ചിലപ്പോൾ ഒരു വെറ്റിലൊക്കെ എടുത്ത് തരും കയ്യിൽ മുറുക്കാനായിട്ട്. അന്നൊക്കെ വലിയ മച്ചിയാണ്, അപ്പം മുറുക്കണം എന്നൊക്കെ ഉള്ളൊരിതാണ്. അപ്പോൾ ഞാൻ തേച്ച് കൊടുക്കും അപ്പൂപ്പനെ ഒക്കെ വെച്ചെടുത്തിട്ട്. വെറ്റില മേടിച്ചിട്ട് ഞാൻ ആ വൃത്തിയോടെ ചെയ്യുള്ളൂ. അതായത് കാന്താരി മുളക് പൊട്ടിച്ചിട്ട് കയ്യിൽ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ തൊട്ടടുത്തൊക്കെ ഇരുന്ന്. കാരണം മുറ്റത്തൊക്കെ നിറയെ തുളസിയും കാന്താരി മുളകൊക്കെ വെച്ചിട്ടുണ്ട്, മുളകൊക്കെ വെച്ചിട്ടുണ്ട്. ആ കാന്താരി മുളക് പൊട്ടിച്ച് അതിനകത്ത് വെച്ചിട്ട് കൊടുക്കും.